ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഏട്ടമീൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തല കൊണ്ട് അങ്ങനെ തേങ്ങ വറുത്തരച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പൊറോട്ടയൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഇപ്പോൾ പൊറോട്ടയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെ തലക്കറി എങ്ങനെ വെക്കാം നമുക്കൊന്ന് നോക്കിയാലോ. വാ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏട്ടയുടെ മണ്ട എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ടാട്ടോ കൊണ്ടുവരിക. ഇതൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തു മാറ്റി. പിന്നെ അതിലോട്ട് 2 തക്കാളിയും 4 പച്ചമുളകും 1 കഷ്ണം ഉള്ളി 4-5 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് മൺചട്ടിയിലോട്ടിട്ട് പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് പിന്നെ അതിലോട്ട് 4-5 ഇരുമ്പാമ്പുളി നടു കീറിയിട്ടിട്ട് മാങ്ങ ഉള്ളവർക്ക് മാങ്ങ ഇടട്ടോ. ഞാനിവിടെ ഇരുമ്പാമ്പുളിങ്ങയും പുളിങ്ങയും കൂടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് പുളിങ്ങയും കൂടിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇവയെല്ലാം കൂടിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റേതായ വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, മുളകും തക്കാളി ഉള്ളിയൊക്കെ കൂടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 മുറി തേങ്ങ വേണം കേട്ടോ. ആ 1 മുറി തേങ്ങ ചിരകിയെടുത്താണ് കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ വറുത്തെടുക്കാൻ അതിലേക്ക് വേണ്ടിയിട്ട് 4-5 ചെറിയ ഉള്ളിയും 2-3-4 വെളുത്തുള്ളിയും കൂടിയിട്ട് അതിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ വേണ്ടത് വലിയ ജീരകമാണ്, അതും ഇട്ട് എന്നിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇതുപോലെ ആവണം കേട്ടോ, ഇത്രയും കളറായാൽ മതി. ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ചേർക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇതിലോട്ട് ഇട്ടു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറിയ തീയാക്കിയിട്ട് അതൊന്ന് വറുത്തെടുക്കണം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നേരത്തെ മിക്സ് ചെയ്തതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും മുളകും പുളിയും ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ഏട്ടയുടെ മണ്ട അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നേരെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഞാൻ വിറകടുപ്പത്തട്ടാണ് വെക്കുന്നത്, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. കറിയൊക്കെ തിളച്ച് കുറച്ചൊക്കെ കറിയൊക്കെ വറ്റിയിട്ടോ, മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് വറവിടണം. അതിന് വേണ്ടിയിട്ട് 4-5 വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുത്തിട്ട് അത് കറിയിലോട്ട് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ.